അയ്യേ ഇല്ല ജോക്കി ഞാൻ എഫ് കെ ആയിരുന്നു പറഞ്ഞു. എന്ത് പറഞ്ഞേ? എന്തോടാ ഫുള്ള് അപ്പാപ്പനാന്നല്ലോ ഇയാളത് ഗണപതി. അപ്പാപ്പനെ കണി കൊണ്ടാണ് ഇന്ന് തുടങ്ങിയിരിക്കുന്നത്. അതെ അതെ അതെ. ഇന്ന് ഐശ്വര്യത്തിന്റെ ദിവസമായിരിക്കുന്നു. പണ്ട് ഇതുപോലെ ഒരാൾ ഇതുപോലെ ഞാനിങ്ങനെ സ്പോൺ ആകുമ്പോ തന്നെ മുന്നിൽ കണ്ടിട്ടുള്ളത് ഒറ്റ ഒരുത്തിനെ, കണ്ണാപ്പിയെ. അന്നാണ് ടി ജിയെ എന്നെ ഹോസ്റ്റേജ് കൊണ്ടുപോകുന്നതും നമ്മൾ ടി ജി ആയിട്ട് വാർ നോക്കുന്നതും. ഒരു വാറെന്തോ തോറ്റിട്ടുള്ളത് നമ്മൾ. ആ വാർ അന്നാ തോറ്റെ. സേഫാ, കാരണം ഈ സർവറിൽ വേറെ ഗ്യാഗും ഇല്ല. ലീഡർ കോ ലീഡറിനെ ഞാൻ അങ്ങനല്ല, ഞാനൊരു എക്സാമ്പിൾ പറഞ്ഞതാ. അതുപോലെ ഒരു നശൂലം സംഭവിച്ചു എന്ന് പറഞ്ഞതാണ്. അപ്പൊ അതുപോലെ എന്തെങ്കിലും സംഭവിക്കുമോ എന്നുള്ളൊരു പേടി മാത്രമേ ഉള്ളൂ. എനിക്ക് വാസവന് ഒന്നും കൂടെ ഇറങ്ങി കയറാവോ? എന്താണ്? വേറെ ആരെങ്കിലും പിടിച്ചു നിർത്താ ഇവിടെ? അത് വേണ്ട വേണ്ടേ? ഇന്നത്തെ ഫുൾ വാസവന്റെ അതേ രൂപത്തിൽ ഇവിടെ നിർത്തിയാലോ? വാസവ വരുമ്പോ ഇന്നത്തെ ഫുൾ ക്രെഡിറ്റ് അപ്പാപ്പന്. അണ്ണാ ഇൻസ്റ്റയില് 1 മില്യൺ അടിച്ചു. ഇവൻ കോമയിലായിരുന്നാ? എടോ ഞാൻ 1 മില്യൺ അടിച്ചിട്ട് 4 മാസമായി. അവൻ വണ്ടർക്കിട്ട് കോമയിൽ നിന്നിട്ട് ചെറുക്കൻ. എന്തുണ്ട് വാസവനെ? എവിടാണ് എന്തോ വാസവനെ ഇത് ശബ്ദമൊക്കെ പുറപ്പെടുവിപ്പിക്കുന്നേ? എന്ത് ശബ്ദം? അയ്യേ ചീപ്പ് കേട്ടാ. നിങ്ങൾക്ക് ഇത്രയും പ്രായമായില്ലേ അപ്പാപ്പ? എനിക്കാ വാസവനെ എന്നെ കിട്ടത്തില്ല അപ്പാപ്പ. ഞാൻ സത്യം പറയട്ടെ, നിങ്ങൾ പ്രായത്തിനൊത്തുള്ള ഒരു മെച്യൂരിറ്റി കാണിക്കാം അപ്പാപ്പ. മെച്യൂരിറ്റി ഇല്ല നിങ്ങൾക്ക്. എനിക്കോ? ഞാൻ മറ്റേ തൈലം തരട്ടെ, മെച്യൂരിറ്റി തൈലം. ഞാനിപ്പോ ഒരു മാസമായിട്ട് കഴിക്കുന്നില്ല. വിളിക്കുന്നത് ഇന്ന് തൊട്ടിയാ വീണ്. ഇതെന്താ അപ്പാപ്പ? ഇതൊക്കെ നിങ്ങളെ പറ്റി പരക്കെ ഒരു അലിഗേഷൻ ഉണ്ട് ഇവിടെ മൊത്തം. ഭയങ്കര പവർ ഗെയിമിംഗ് ആണെന്നൊക്കെ ഉള്ളത്. ഇതിപ്പോ ഇത് പ്രൂവൺ ആക്കിക്കൊണ്ടിരിക്കണ കേട്ടാ. ഞാൻ എന്തിനാ അങ്ങനെ ചെയ്യുന്നേ? പരക്കെ കമ്മ്യൂണിറ്റിയിൽ ഒരു സംസാരമുണ്ട്, നിങ്ങൾക്ക് പവർ ഗെയിമിംഗ് ഉണ്ട്, അതുണ്ട് ഇതുണ്ട് എന്നൊക്കെ. ഞാൻ അങ്ങനെ എന്തിനാ വാസവൻ ചെയ്ത്? വാസവൻ ഒന്ന് ആലോചിച്ചു. എനിക്കത് ഫീലായി തുടങ്ങി. എനിക്കത് ഫീലായി തുടങ്ങി. എന്ത് ചെയ്യാനാ വാസവനെ? പലരുടെ പ്രഷറാണല്ലേ, എന്തിനു ചെയ്യാൻ പറ്റും? പ്രഷറാണ് പ്രശ്നം. ഇതിനെ കുറച്ച് കൊറേ ഉണ്ടായിരുന്നല്ലോ. ഇതാണല്ലേ അല്ല ഞാൻ ഇന്ന് അപ്പാപ്പ ഞാൻ ഒരാളെ വിളിച്ചപ്പോഴേ അപ്പാപ്പ ഫോറസ്റ്റ് കളിക്കാൻ വിളിച്ചപ്പോ ഒരാളിനോട് പറയുവാണേ, ഇല്ല ഞാൻ വൈകിട്ടത്തെ ആർപിക്ക് വേണ്ടി പ്രിപ്പയർ ചെയ്തോണ്ടിരിക്കുവാണെന്ന്. ഒരേ ഒരാളെ ഞാൻ അങ്ങനെ കണ്ടിട്ടുള്ളൂ. അത് ഈ കാര്യത്തിലൊക്കെ ഞാൻ പോലും നീ ഒന്നിങ്ങനെ പഠിച്ചിട്ടുണ്ടാകത്തില്ല. മറ്റേ സത്യം പഠിക്കേണ്ടി വന്നു. എത്ര കോമഡി എഴുതിയെടുത്തു നീ? അതെന്താ അടുത്തത് കൊണ്ടുപോയി ഒന്ന് കഴിഞ്ഞുള്ളൂ. അടുത്തത് കൊണ്ടുപോയി. ആരെ പിടിച്ചു കയറ്റിയത് അതിനകത്ത്? അറിഞ്ഞൂടെ, ഞാൻ ആദ്യം കേറിയത് എന്നെ കത്തിച്ചു വിട്ടു. ഞാൻ ഇവിടെ നിന്നിച്ച് കിഡ്നാപ്പ് ചെയ്തേട്ടാ. ഇതിന് ആള് മറ്റേ പാലത്തിന്റെ ഇതിനാണ് കർമ്മ. ഇതിന്റെ ബാക്കില് വലിയ ബഹളം അക്രമം ഒന്നും കാണിച്ചില്ല കേട്ടാ. കേറി ഇരുന്നൊക്കെ പോയി. 83 കയറടാ. 83 കയറി. എവിടെ പോയാ അവരുടെ തലമണ്ടയില് തേങ്ങ വീഴണേ? എന്താ അപ്പാ? മറ്റേ പണ്ട് എന്റെ പൊന്നട തന്റെ അടുത്ത് 100 വട്ടം പറഞ്ഞിട്ടുണ്ട് ഈ സിറ്റിയിലെ സാമാനം എടുത്ത് കളയുമ്പോ എന്റെ അടുത്ത് പറയണോന്ന്. ഇത് എനിക്കോടോ അവന്റെ ഇപ്പൊ ഇല്ലേ? അതെല്ലാം കളഞ്ഞു. ഉണ്ടെന്ന് കാണിച്ചേ നോക്കട്ടെ.
നിന്റെ custom. രായന്റെ മൈക്ക് മാറി കിടക്കും കേട്ടോ രായന്റെ. എന്തോരു ഗതികേടാണ്. ഞാനെന്തോ ജോക്കിക്ക് എന്ത് പറ്റി? പറഞ്ഞില്ല. കസ്റ്റം പോയില്ലേ നിന്റെ സാധനം കാണുന്നില്ലല്ലോ. മറ്റേ സാധനം ഏത് പരിന്തോസം ഡ്രസ്സാ? ആ എനിക്ക് തോന്നി ഡ്രസ് സെർവറിലില്ലെന്ന്. ഡിസ്ക്ലൈമർ ചെറുതാക്ക. അയ്യോ സോറി ഞാനത് 2K ഡിസ്പ്ലേയില് ഇതാക്കിട്ടെ ഇതിനകത്തോട്ട് വന്നപ്പോ വലുതായി പോയി. പറയട്ടെ. ഇല്ല ജോക്കി ഞാൻ AFK ആയിരുന്നു. പറഞ്ഞു എന്ത് പറഞ്ഞേ? ഇവനെന്താ ചെയ്യുന്നേ? നിഞ്ച ചെറിയ ടെൻഷൻ എല്ലാം സെറ്റാ. ഓ ഓൾ ഗുഡ് എന്തൊരു ടെൻഷൻ എന്തിനാണ്? ഒരു ടെൻഷനും വേണ്ട. നമ്മള് കുറച്ച് ബിസിനസ് ഐഡിയകൾ കേൾക്കാൻ വന്നതല്ലേ, എന്തൊരു ടെൻഷൻ. അതൊക്കെ അത്രേ ഉള്ളൂ. പിന്നെ നമ്മുടെ ഇനിയിപ്പോ നമ്മള് ഇപ്പൊ മറ്റേ സ്ഥലം തന്നെയാ, നന്നാക്കിയ സ്ഥലം തന്നെയാ. ഇനി നമ്മള് മാറ്റുമല്ലോ സിറ്റിയിൽ കൊണ്ടുവരാനായിട്ട്. അപ്പൊ അതിന് നമുക്കൊരാളെ ഇത് ഉദ്ഘാടനം ചെയ്യാൻ വിളിക്കണ്ടേ? പിന്നെ വിളിക്കണം. കാറിലെ വിളിക്കണോ? അല്ല വേറൊരാളാ. വേറെ ആരെ? കേരളത്തില് ഫേമസ് ആയ ഒരാളാ. കേരളത്തിലെ ഫേമസ് പറഞ്ഞാ നല്ല ഫേമസ്. അല്ലെന്ന് മറ്റൊരു പരുന്തൊക്കെ പേര് പറഞ്ഞു. ഈഗിൾ ഗെയിം. വിളിക്കാം, വേണേ പയ്യനെ വിളിക്കാം. കൊണ്ടുവരണം. തിരക്കായിരിക്കും. അത് ചോദിച്ചോക്കാം. വേറൊരു പയ്യനുണ്ട് ഡ്രീമർ ഗെയിമിംഗ്, കിടിലാണ്. വേണേ ആ പയ്യനാണെ ഫ്രീ ആണ്. എല്ലാ ദിവസവും ഫ്രീ ആണ്. ഇത് വാസു പോലല്ലാതെ പറയുമ്പോ ഇടിക്കാതിക്കുവേ. അപ്പൊ ഞാൻ ആദ്യം പറഞ്ഞ കാര്യം ഏകദേശം എനിക്ക് കാര്യങ്ങൾ പിടികിട്ടി തുടങ്ങി. മനസ്സിലായ? അത് അങ്ങനെ പറയരുത്. അത് എന്റെ കുഴപ്പമല്ല, മനസ്സിലായോ? അത് അവൻ എങ്ങോട്ടാ ഓടിയേ? നേരെ താഴോട്ട്. അവിടെ സംസാരിക്കുന്നുണ്ടാ? ചന്ദ്രൻ ഈ വഴി ഇല്ല. ബാബു കോഴിക്കടയിലാണടാ ഞാൻ വിളിച്ചായിരുന്നു. തിരിച്ചോ ചന്ദ്രന്റെ ബാക്കില് കാട്ടിൽ താഴെ അണ്ണന്റെ താഴെ ഈ കാട്ടില് ബഗ് മാറിയോടാ? മാറിയോ? എന്ത് ഐക്യോടാ അതൊക്കെ. എടാ എല്ലാരും കേറാൻ പറയടാ. റേഡിയോ കണക്ട് ആക്കാത്ത എന്താടാ? കാണുന്നില്ല ആർക്കും. ചിലപ്പം ഡ്രസ്സൊക്കെ മാറ്റുമായിരിക്കും വാസവനെ. എടാ റേഡിയോ കണക്ട് ചെയ്യടാ. റേഡിയോയിൽ കണക്ട് ചെയ്യ. റേഡിയോയില് ആരുടെ ലൈവിലാണ് നീല് ഫേസ് റിവീൽ ചെയ്തോ? അവന് ഞാൻ പോലും കണ്ടിട്ടില്ല. ഇപ്പൊ കൊടുക്കാ. ഞാനൊരു കാര്യം പറയട്ടെ നിന്റെ അടുത്ത്. അയ്യോ എടാ അത് റെഡി ആക്കിയില്ലായിരുന്നോ? എനിക്ക് പ്രായമായി, നിന്റെ പുറകിന് ഓടാനൊന്നും പറ്റത്തില്ല എനിക്ക്. ഒരു കാര്യം പറയാണ്ടാ. ഹലോ ഞാനൊരു കാര്യം പറയട്ടെ. എനിക്ക് കേക്കണ്ട. അല്ലല്ല കാര്യമായിട്ടുള്ള കാര്യം. ഇതാരാ അപ്പൊ സീക്കമാരിയൊക്കെ ഇരിക്കുന്നത്? നീ ഇങ്ങോട്ട് വരുന്നുണ്ടോ? ഞാൻ വന്നല്ലോ. താ ജോക്കി പറ. എനിക്ക് പറയാനുള്ളൊരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ അൺഎഡ്യൂക്കേറ്റഡ് ആയിട്ടുള്ള ഈ ചന്ദ്രനെയൊക്കെ പിടിച്ച് ജഡ്ജിങ് പാനലിൽ ഇരുത്തുമ്പോൾ എനിക്ക് ഇരിക്കാൻ ബുദ്ധിമുട്ടുണ്ട്.
എന്നാ പിന്നെ ജോക്കി ഇന്ന് പാർട്ടിസിപ്പേറ്റ് ചെയ്യണ്ട, ചന്ദ്രൻ ഞാനോട് ചെയ്തോളാം. Let's go! Let's go! Let's go! എന്തൊരു ജോക്കി? ഞാൻ വരത്തില്ല. It's okay. ജോക്കി ചങ്കോളർത്ത കൂട്ടുകാരൻ വേണ്ട. അയ്യേ പെടങ്ങേശ് ഇങ്ങനെ എവിടെ ഇങ്ങോട്ട് ചന്ദ്ര ഇങ്ങോട്ട് നോക്ക്. അവിടെ നോക്ക്. ഒരു ക്വസ്റ്റ്യൻ മാർക്ക് കണ്ടാ? എന്നോട് പിണങ്ങി എക്സിറ്റ് അടിച്ച. എന്നോട് പറഞ്ഞു നിന്നെ പോലത്തെ അൺഎഡ്യൂക്കേറ്റഡ് ആൾക്കാരുടെ കൂടെ ജഡ്ജിങ് പാനലിൽ ഇരിക്കാൻ ബുദ്ധിമുട്ടുണ്ടെന്ന്. അന്നേരം ഞാൻ പറഞ്ഞു കുഴപ്പമില്ല, ഞാനും ചന്ദ്രൻ്റെ കൂടെ ചെയ്തോളാം. പിണങ്ങിപ്പോയി. അപ്പാപ്പനെ പോലത്തെ ഒരു അൺഎഡ്യൂക്കേറ്റഡ് ആളുടെ കൂടെ ഇരുന്ന് ഈ അഡ്മിൻ പാനലിൽ ഇവിടെ ജഡ്ജിങ് പാനലിൽ ഇരിക്കാൻ ബുദ്ധിമുട്ടുണ്ടെന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ പറഞ്ഞു കുഴപ്പമില്ല ജോക്കി, എന്നാ പിന്നെ ഞങ്ങള് ചെയ്തോളാം. അപ്പൊ തന്നെ എക്സിറ്റ് അടിച്ച്. ആരാ വിളിക്കാൻ പോകുന്നത്? ഞാനതാ അമ്മ വിളിച്ചിട്ട് വരുമോ? ഇല്ല ഇപ്പൊ തന്നെ വരും. അതോ പിന്നെ അപ്പൊ അവിടെ നിന്നൊരു ഈ 50 വരെ ഉണ്ട്. ഇപ്പൊ വരും ജോക്കി ഉറപ്പായിട്ട്. ഡ്രൈവർ വെച്ചാ പോരെ. പുള്ളി ലുലുമോളിൽ പോയെന്നാ എത്തിയാ. എന്റെ കൂടെ ഉള്ള ബാല ഇച്ചിരി ഡിലേ, അപ്പൊ നമ്മുടെ ബിസിനസ് ലാസ്റ്റ് പറഞ്ഞാൽ പോരെ. നമ്മുടെ ഒന്ന് ആദ്യം വിളിക്കാം അണ്ണാ. ഓയ ടീമിനെ ഒന്ന് ആദ്യം വിളിക്കൂ. നമ്മളിവിടെ കറണ്ട് പോക്ക് ഇതൊക്കെയാണ്. ഓയോ ടീമാ? എന്റെ ടീമിന്റെ ഒരു ടീം തരിപ്പൻസ്. നോക്കട്ടെ ടീമിന്റെ പേരുകളൊക്കെ നോക്കട്ടെ. അല്ലാതെ വായിക്കാം. അകത്ത് വായിക്കാം. വാ ജോക്കി കേറി വാ. നമ്മളാദ്യം വിളിക്കണ ലാസ്റ്റ് ടീമാണ്. വിളിക്കാം. ഫസ്റ്റ് അതില് ആ ലിസ്റ്റിൽ ഇട്ടിരിക്കണ ഫസ്റ്റ് ടീം ലാസ്റ്റ് ടീം ഫസ്റ്റ്. നമ്മുടെ എല്ലാരും വന്നോടാ. എടാ നിഞ്ച വാടാ. എടാ എല്ലായിടത്തും റേഡിയോ കണക്ട് ചെയ്യാൻ പറയോടാ. റേഡിയോയിൽ ഇല്ലല്ലോ, ആരും കണക്ട് ചെയ്തിട്ടില്ല ഇവിടെ ഉള്ളവര് പോലും. അണ്ണാ കൊമ്പാച്ചൻ വന്നേക്ക് നമ്മുടെ ഇതിന്. കൊമ്പാച്ചൻ നമ്മള് 4 പേരായ കുഴപ്പമുണ്ടാ. സബ്സ്റ്റിറ്റ്യൂഷൻ നീയൊക്കെ ഇതിനകത്ത് പാർട്ടിസിപ്പേറ്റ് ചെയ്ത ലാസ്റ്റ് മിനിറ്റ് വന്ന് പേര് ആഡ് ചെയ്തതാണ്. നീ കളിക്കണ്ട. അല്ലല്ലേ അണ്ണാ നമ്മള് പേര് ആഡ് ചെയ്യാത്ത പേരിന് ടീമിന്റെ പേര് കിട്ടണ്ടേ. പേര് കിട്ടണ അത്ര ബുദ്ധിമുട്ടായിരുന്നു. പേരെങ്കിലും നീ വരണ്ടായിരുന്നു. ആണോ വിളിച്ച നമ്മള് 4 പേരാണ്. ഒരാള് സബ്സ്റ്റിറ്റ്യൂഷൻ. അണ്ണാ ഇല്ല ഞാൻ സമ്മതിക്കൂല. അണ്ണാ എന്താ അണ്ണാ? ഞാൻ സമ്മതിക്കൂല. പേരെന്താ? ജോക്കി വന്നോ? അത് പറഞ്ഞുതരാം. എല്ലാം പറഞ്ഞുതരാം. അവിടെ എത്തിയിട്ട് എല്ലാം പറഞ്ഞുതരാം. നിങ്ങൾക്ക് തന്നെ എല്ലാം സെറ്റ് ചെയ്യാൻ പറ്റൂട്ടോ. അങ്ങനെ സെറ്റ് ചെയ്താണ്. അപ്പൊ അവിടെ ജോക്കിക്ക് ഫീലായി. വെറുതെ അതൊക്കെ. എടാ നിങ്ങളെല്ലാം പ്രിപ്പയർ ചെയ്തോ? അപ്പാപ്പ ചന്ദ്രനും വാ. ജോക്കി എന്തിയേ? ജോക്കി വാ. ജോക്കി വാ. തുണി മാറാൻ പോയിട്ട് തുണിയില്ലാതെ വാ ചന്ദ്ര വാ. നമുക്ക് ഞാൻ ഒരു വണ്ടി എടുത്തിട്ട് വരാം. ബ്ലൈൻഡ് ഈഗിളെന്ന് ഞാൻ ചാരി നിൽക്കുന്നുണ്ടായിരുന്നില്ലേ അവിടെ? ഞാൻ കണ്ടില്ലല്ലേ? കണ്ണാടി മാറ്റാനുള്ള സമയമായി. അല്ലെങ്കിൽ ഞാൻ ഇത്രയും നാൾ പറയുമായിരുന്നു എൻ്റെ കണ്ണിന് ഒരു കുഴപ്പമില്ല, ഞാൻ ഇത് വെറുതെ ഷോയ്ക്ക് വെച്ചിരിക്കുന്ന ക്ലാസ്സാണ്. ഇനി ശരിക്കും ക്ലാസ് വെക്കാനുള്ള സമയമായി. ഭാഗ്യം തട്ടിയില്ല. അപ്പാപ്പൻ കേറൂ. വാട്ടർ കൊടുക്കണേ. വെള്ളം ഫുഡും കിട്ടാരാ. ഇതിനകത്ത് പയ്യെ തീരത്തുള്ളൂ. ജോക്കി കേറ്.
ആ ചന്ദ്രനെ ഒന്ന് വിളിക്കുവോ ഗൈസ്? റോൾസ് റോയ്സ് ഒന്നും ഇവിടെ ഇല്ല. വായില്ലേ വിളിക്കാൻ? ഞാൻ നീകനെ നീ നീകനെ എന്തോ നീകനെ പ്രസവം എഴുപ്പത്തിട്ട് വരത്തുള്ളൂ. ഇല്ല അവനെ കേറാൻ ഹെൽപ്പ് ചെയ്യാൻ സാർ. അപ്പൊ സിറ്റിയില് നീ ഒന്ന് കൈ പിടിച്ച് കയറ്റണോ, വലിച്ചു കയറ്റണോ? ഒരു കൈസായ കൈസഹായം എന്തൊക്കെ കേക്കണം. നീ നിന്റെ നീകനും കാരണം സിറ്റിയിൽ ഒരു സമാധാനമില്ല. നാട്ടുകാരുടെ മൊത്തം മണ്ടയിലും കേറി തോളത്തും കേറി പോലീസിനെ തെറി വിളിച്ച് അണ്ണ ചന്ദ്ര ആ പാമ്പതിനൊന്ന് വലിച്ചു കൊടുക്കോ? ചന്ദ്ര അല്ല ഇതില്ലേ വലിച്ചു. എടാ നമ്മൾ അങ്ങോട്ട് പോയി അവിടെ പോകണ്ടേ? ഹലോ ആ നിങ്ങളൊരു വണ്ടി എടുത്തോ, ഞങ്ങളെല്ലാരും അങ്ങോട്ട് പോയതാ. ജോഗി ലുലുല് സെയിൽ ഉണ്ടെങ്കിൽ ജോഗി ഇപ്പോൾ തന്നെ വിട്ടോ. ജോഗി എന്റെ അടുത്ത് പറയോ, എനിക്കാണ് ആവശ്യമുള്ളത്. നീ പൊക്കോളയാ, നീ പൊക്കോ, നീ പൊക്കോ. ഞാൻ അങ്ങനെ പോവെന്ന് വാസോണ്ട് തോന്നണ്ടാ? നീ പോടാ. അണ്ണ ഇവിടെ ഉയ്യോടയിക്കുമ്പോ ഞാൻ പോവും. എനിക്ക് ബിസിനസ് ഐഡിയാസ് ഉണ്ട് പറഞ്ഞു. ഇത് എവിടെ ആയിരുന്നു? ഇവിടെ ആയിരുന്നല്ലോ, ഫ്രണ്ടിലാണ്. മുന്നോട്ട് പോയിട്ട് എനിക്കിവിടെ കറണ്ട് പോകാനുള്ള ചാൻസ് ആണ് കൂടുതൽ കേട്ടാ. നീ നിന്റെ കറണ്ട് പോയാൽ നിന്നെ അപ്പഴേ ലുലു, ഞാൻ ഈ ലൈവ് കാണുന്നതിൽ ഒരു 50 പേരെങ്കിലും ആ ഏരിയയിൽ എറണാകുളത്ത് ഉണ്ടാവും. അവരെ വിട്ട് തല്ലിക്കും ഞാൻ നിന്നെ ഉറപ്പായിട്ട്. ലുലു കണ്ട അപ്പ അടിക്കാൻ പറയും നിന്നെ. ഒരു തക്കടു ആവ അസോസിയേറ്റ്സ്. നീ ഇതുവരെ ഇത് കണ്ടില്ല? നമ്മളിതുവരെ കണ്ടിട്ടില്ല. ഓ ജോക്കി എന്നാ കേറുവാ. ജോക്കിയുടെ ഓഫീസൊക്കെ ഉണ്ട് താഴെ. വാ അവരോട് എല്ലാവരോടും ഒന്നുകൂടെ കണക്ട് ചെയ്യാൻ പറയണം. വാ ജോക്കി കയറിക്കോ. ജോക്കി വലുതാതെ വെച്ച് കയറിക്കോ. നീ കയറിക്കോ. വാ കൊളായി. തക്കടു ആവ ചന്ദ്ര ഇത് കണ്ടാ? ചന്ദ്ര ബോസ് നോക്ക്. എന്തോടാ ഫുൾ അപ്പാപ്പനാന്നല്ലോ ഇയാളത് ഗണപതി. ജോക്കി ഉണ്ട്. ജോക്കി പിന്നെ ജോക്കി ഇവിടെ നടക്കു വെച്ചിട്ടില്ലേ? എന്റെ മാത്രം എന്തൊരു പോർട്രേറ്റ് ആയി പോയത്. എന്റെ വൈഡ് ഫോട്ടോ ഇല്ല. വൈഡ് ഫോട്ടോ നീ നിന്നെ ആരും തല്ലിക്കൊല്ലുന്ന സമയത്ത് വൈഡ് വെച്ചിട്ട് സാമ്പ്രാണിത്തിൽ വെച്ച് കത്തിച്ചു വെക്കാൻ ഞാൻ. ബാബുവിനെ ഇപ്പൊ ആശ്വാസായി. ഇപ്പൊ ആശ്വാസായി. ബാബുവിന്റെ ഇവിടെ പോർട്രേറ്റ് കണ്ടപ്പോ എനിക്കൊരു സമാധാനം ഉണ്ട്. ഇപ്പൊ നിന്റെ എന്താ ലാൻഡ്സ്കേപ്പ് വെക്കണോ ഇനി? ലാൻഡ്സ്കേപ്പ് ആണ് ഇനിയിപ്പോ കുഴപ്പമില്ല. ഇത് ജോക്കിയുടെ ഓഫീസാണേ. അല്ല ബാബു എപ്പോഴാ ജോക്കറായിട്ട് അഭിനയിച്ചത്? കൊള്ളാല്ലേ? അല്ല ഒരു ജോക്കർ ലുക്കല്ലേ? ഓ ഓക്കെ ടെറർ ബാബു. അവൻ ലൈഫിലും ജോക്കറാ. ജോക്കർ പയ്യനാ. നീലൻ ഇല്ലടാ. അവൻ നാട്ടിൽ അവന് ബാൻ ആയതുകൊണ്ട് അവൻ വേറെ പോയേക്കുമായിരുന്നു 2 ദിവസമായിട്ട്. അവൻ അവിടെ നമുക്കുള്ളവരെ വെച്ച് ചെയ്യാൻ കഴിയും. എല്ലാരും ഉണ്ടാവുന്നില്ല. നമുക്കുള്ളവരെ വെച്ച് ചെയ്യാം. ഞാൻ നിങ്ങളെ മടുപ്പാക്കണമെന്ന് വിചാരിച്ച ഇനി ഒരു ദിവസം കൂടെ പോസ്റ്റ് ആക്കാത്ത. മനസ്സിലായോ? ഇതെന്റെ ഓഫീസ്. അവിടെ വലിയ ഫോട്ടോ. ഇതാണ് നമ്മുടെ ഇന്നത്തെ ഇത്. എന്റെ ഓഫീസ്. എടാ വേണമെങ്കിലേ നമ്മള് 2 കാർഡ്ബോർഡ് പീസ് എടുത്തരാം. ഇത് നടുക്കായിട്ട് അങ്ങ് ഭാഗിച്ചു എന്നിട്ട് ഇവിടെ ഓക്കെ. ആ തമാശ കണ്ടായിരുന്നല്ലേ ഇത്ര നേരം വെയിറ്റ് ചെയ്തത്? അതെ ഇത്രയും നേരം അതിനായിരുന്നു ഞാൻ വെയിറ്റ് ചെയ്തോണ്ടിരുന്നത്. എന്റെ ആദ്യത്തെ ഇൻസൾട്ട് ഉണ്ടല്ലോ. ഓഫീസ് പോലും ഇല്ലല്ലോ ഓഫീസ്. നമുക്ക് ഇവിടെ ഇരിക്കാം. എനിക്ക് നടക്കിരിക്കണ്ടേ? എന്താടാ കേട്ടില്ല? എന്തിനാടാ ഇത്ര ഈഗോ? നടക്കുന്നത് നീ ഒന്നും നടക്കരുന്നതാ. ജോക്കി വിട്ടിരുന്നോ?